ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിഹാബ് മാവൂര്. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. നമ്മളൊരു പുതിയ ക്ലാസ് ആരംഭിക്കുകയാണ്. ശബ്ദത്തിന്റെ ലോകം. ഒരു ലൈവ് പരിപാടി കാണുമ്പോൾ നമ്മുടെ ചെവിയിലേക്ക് എത്തുന്ന ക്ലിയർ ആയ ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? അതിന് പിന്നിലെ വിദ്യ എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സൗണ്ടിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് വേണ്ടി ഏറ്റവും ലളിതമായി മൈക്ക് മുതൽ സ്പീക്കർ വരെയുള്ള ശബ്ദത്തിന്റെ യാത്ര നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആയാലും കേൾവിക്കാരൻ ആയാലും ഈ അറിവ് തീർച്ചയായും ഉപകാരപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ആദ്യമായിട്ട് മൈക്രോഫോൺ. ഇതിനെ നമുക്ക് ശബ്ദത്തിന്റെ ഇൻപുട്ട് അഥവാ തുടക്കം എന്ന് വിളിക്കാം. മൈക്ക് എന്താണ് ചെയ്യുന്നത്? നമ്മൾ സംസാരിക്കുമ്പോൾ വായുവിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങളെ അത് വൈദ്യുതി തരംഗങ്ങളാക്കി മാറ്റുന്നു. നമ്മുടെ മൊബൈൽ ഫോണിലെ മൈക്ക് പ്രവർത്തിക്കുന്നതും ഇതേ രീതിയിലാണ്. രണ്ടാമത് മിക്സർ അഥവാ കൺസോൾ. പിന്നെ ഇതിനെ ഞാൻ ശബ്ദത്തിന്റെ അടുക്കള എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. സ്റ്റേജിൽ ഒരാൾ മാത്രമല്ല സംസാരിക്കുന്നത്. പല മൈക്കുകൾ, കീബോർഡ്, ഗിറ്റാർ, ഡ്രംസ്, തബല ഇവയുടെ എല്ലാം വൈദ്യുതി തരംഗങ്ങൾ ഇവിടെ എത്തുന്നു. ഈ അടുക്കളയിൽ വെച്ച് എല്ലാ ശബ്ദങ്ങളെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നു. ഏത് ശബ്ദം കുറക്കണം, ഏത് കൂട്ടണം, ഏതിന് മനോഹരമായ രുചി നൽകണം എന്നതൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെയാണ്. മൂന്നാമത്തേത് ആംപ്ലിഫയർ. മിക്സറിൽ നിന്ന് വരുന്ന ശബ്ദം വളരെ ദുർബലമായിരിക്കും. വലിയ സ്പീക്കറുകൾ പ്രവർത്തിക്കാൻ അതിന് കഴിയില്ല. ആംപ്ലിഫയർ ചെയ്യുന്നത് ശക്തി നൽകുക എന്നതാണ്. ഈ വൈദ്യുതി തരംഗത്തിന് ആവശ്യമായത്ര പവർ നൽകി സ്പീക്കറിലേക്ക് അയക്കാൻ തയ്യാറാകുന്നു. നാലാമത്തേതാണ് സ്പീക്കർ. ഇതാണ് ശബ്ദത്തിന്റെ ലക്ഷ്യസ്ഥാനം. ആംപ്ലിഫയറിൽ നിന്ന് കിട്ടിയ ശക്തിയുള്ള വൈദ്യുതി തരംഗത്തെ സ്പീക്കർ വീണ്ടും ശബ്ദ തരംഗമാക്കി മാറ്റി കാണികളുടെ ചെവിയിലേക്ക് എത്തി. ഈ യാത്രയിൽ സംഭവിക്കാവുന്ന ഒരു പ്രധാന അപകടം നമുക്ക് പെട്ടെന്ന് നോക്കാം. അതാണ് ഫീഡ്ബാക്ക് അഥവാ കൂക്കൽ ശബ്ദം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചെവി തുളയ്ക്കുന്ന ആ ശബ്ദം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ചില പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ ആളുകൾ പറയാറുണ്ട്, അവിടെ സൗണ്ട് വളരെ മോശമായിരുന്നു, ഫുൾ കൂക്കലും വിസിലിംഗ് ഒക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? മൈക്ക് ശബ്ദം എടുക്കുന്നു, മിക്സറിൽ പോകുന്നു, അവിടെ നിന്ന് ആംപ്ലിഫയറിലേക്ക് പോകുന്നു, അവിടെ നിന്ന് സ്പീക്കറിലൂടെ പുറത്തു വരുന്നു. ഈ സ്പീക്കർ ശബ്ദം വീണ്ടും മൈക്ക് പിടിച്ചെടുക്കുമ്പോൾ ഈ ചക്രം അതിവേഗം കറങ്ങുകയും ശബ്ദം ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ അമിതമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് വിസിലിംഗ് ഉണ്ടാകുന്നത്. ഒരു സൗണ്ട് എഞ്ചിനീയർ എന്ന നിലയിൽ മൈക്കിന്റെയും സ്പീക്കറിന്റെയും സ്ഥാനം ക്രമീകരിച്ചും മിക്സറിലെ EQ ഉപയോഗിച്ചും ഈ പ്രശ്നം ഒഴിവാക്കുക എന്നതാണ് ഒരു ഓപ്പറേറ്ററുടെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ പ്രധാന ജോലി. അപ്പോൾ മൈക്ക്, മിക്സർ, ആംപ്ലിഫയർ, സ്പീക്കർ ഇതാണ് ലൈവ് സൗണ്ടിന്റെ അടിസ്ഥാനം. അടുത്ത ക്ലാസ്സിൽ മിക്സറിലെ EQ അഥവാ ശബ്ദത്തിന് എങ്ങനെ രുചി നൽകാം എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും കാണാം. ബൈ.